ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് ചേർപ്പങ്കൽ ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുന്നിലാണ്. ഇന്ന് നവംബർ 14 ശിശുദിനം ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ ജയ് ജയ് ചാച്ചാജി എന്ന മുദ്രാവാക്യവുമായി ജവഹർലാൽ നെഹ്റുവിന്റെ മനോഹരമായ കുറച്ച് ഓർമ്മകളുമായി ഒരുപറ്റം കുഞ്ഞിക്കുരുന്നുകൾ അണിനിരക്കുന്ന മനോഹരമായ കാഴ്ച കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു വിവിധ പരിപാടികൾക്ക് പോകുമ്പോൾ അവിടെ സ്വീകരിക്കാൻ കുട്ടികളാണ് കാത്തു നിൽക്കാറുണ്ടായിരുന്നത്. നെഹ്റുവിന് കുട്ടികളെ ഏറെ ഇഷ്ടമാണെന്ന് അറിയാവുന്ന സംഘാടകർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ കുട്ടികളെയാണ് നിർത്തിയിരുന്നത്. കുട്ടികൾ കൊടുക്കുന്ന റോസപ്പൂക്കളിലൊന്ന് ചാച്ചാജി തന്റെ കുർത്തിയുടെ പോക്കറ്റിൽ തിരികെ വയ്ക്കും. കുട്ടികളുടെ പ്രിയപ്പെട്ടയാൾ എന്ന പ്രശസ്തി അദ്ദേഹത്തിന് ലഭിക്കാൻ ഇത് കാരണമായി. കുട്ടികളോട് അദ്ദേഹം പുലർത്തിയിരുന്ന വലിയ വാത്സല്യം പരിഗണിച്ചാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്. കുട്ടികളെക്കുറിച്ച് അദ്ദേഹത്തിന് എന്നും വലിയ പ്രതീക്ഷകളായിരുന്നു. കുട്ടികളിലാണ് ഭാരതത്തിന്റെ ഭാവി എന്നത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളോട് സംവാദിക്കാൻ ചാച്ചാജി എപ്പോഴും സമയം കണ്ടെത്തി. മകൾ ഇന്ദിരാഗാന്ധിക്ക് ജയിലിൽ നിന്ന് അദ്ദേഹം അയച്ച കത്തുകൾ യഥാർത്ഥത്തിൽ ഭാരതത്തിലെ എല്ലാ കുട്ടികൾക്കുമുള്ള കത്തുകളായിരുന്നു. അവ പിൽക്കാലത്ത് രാജ്യത്തെ എല്ലാ കുട്ടികളും ഒരു വേദപുസ്തകം എന്നതുപോലെ വായിക്കുകയും വളരുകയും ചെയ്തു എന്നതാണ് സത്യം. ഇന്നും കുട്ടികൾക്കിടയിൽ ഏറെ പ്രിയപ്പെട്ടതാണ് ഈ കത്തുകൾ. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പേരിൽ പുസ്തക രൂപത്തിൽ ഈ കത്തുകൾ ഇന്നും വായിക്കപ്പെടുന്നു. ഡൽഹിയിൽ ശങ്കർ പിള്ള എന്ന മലയാളി കാർട്ടൂണിസ്റ്റുമായി ചാച്ചാജിക്ക് വലിയ ആത്മബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം വർഷാവർഷം കുട്ടികൾക്ക് വേണ്ടി കാർട്ടൂൺ മത്സരം സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ എല്ലാ വർഷവും നെഹ്റു മുടങ്ങാതെ പങ്കെടുത്തു. കുട്ടികളുമായി ദീർഘനേരം സംസാരിച്ചു. അവരുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ചാച്ചാജി മറുപടി നൽകി. കഥകൾ കുട്ടികളിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ചാച്ചാജി വിശ്വസിച്ചിരുന്നു. ആയിരത്തി 1949 ഐക്യരാഷ്ട്രസഭയിൽ നെഹ്റു സന്ദർശനം നടത്തുകയുണ്ടായി. പ്രഭാഷണത്തിനായി അദ്ദേഹം അസംബ്ലിയിൽ കയറുന്നതിനിടയിൽ ഒരിടത്ത് കുറെ കുട്ടികൾ കൂടി നിൽക്കുന്നതായി കണ്ടു. ഉടനെ തന്നെ പ്രോട്ടോകോൾ ഒന്നും വകവെക്കാതെ അദ്ദേഹം കുട്ടികൾക്കരികിലേക്ക് ചെന്നു. അവരുമായി സംസാരിച്ചു. ഇത് അന്തർദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്തയായി മാറി. നെഹ്റുവിന്റെ മരണത്തിന് ശേഷം 1964 നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കാനുള്ള പ്രമേയം പാർലമെന്റിൽ പാസാക്കുന്നത്. ചാച്ചാജിക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം അതിതീവ്രമായിരുന്നു എന്നത് നമുക്കറിയാം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന കുട്ടികളുടെ ചാച്ചാജി ഒരിക്കൽ പറയുകയുണ്ടായി, എനിക്ക് മുതിർന്നവർക്കായി ചെലവഴിക്കാൻ സമയമില്ലായിരിക്കാം, പക്ഷേ എനിക്ക് കുട്ടികൾക്കായി വേണ്ടത്ര സമയമുണ്ട്. കുഞ്ഞുങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത ഇഷ്ടം വിഖ്യാതമാണ്. ചാച്ചാജിയുടെ ജന്മദിന വാർഷികത്തെ ശിശുദിനമായി ആചരിക്കണം എന്നുള്ള തീരുമാനം എടുത്തതിന് പിന്നിലും ആ ഇഷ്ടത്തെക്കുറിച്ചുള്ള തിരിച്ചറിവായിരുന്നു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തെ ഒരു ഇതിഹാസ പുരുഷൻ എന്ന നിലയ്ക്ക് രാജ്യത്തെ ഓരോ പൗരനും വളരെ ആദരവോടെ നോക്കിക്കാണുന്നു. അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളോടുള്ള പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഏറെയുണ്ട്. കുട്ടികളെ എല്ലാ അർത്ഥത്തിലും മികച്ചവരാക്കാനുള്ള എളുപ്പവഴി സ്നേഹം കൊണ്ട് അവരെ ജയിക്കുക എന്നുള്ളതാണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാമായിരുന്നു. കുട്ടികളിൽ അദ്ദേഹം ഇന്ത്യയുടെ ഭാവി കണ്ടു. അവരുമായുള്ള സംസാരങ്ങളെ അദ്ദേഹം കണ്ടത് ഭാവി ഇന്ത്യയുമായുള്ള സംസാരമായിട്ടായിരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശിശുദിനത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേ കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ ബൈ.